ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. തറച്ചിട്ടാണ് രാവിലെ എന്താ പറ, കാര്യം എന്താ? ഇന്നൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് ഫ്രാങ്ക്ലണ്ണ. എന്നാണോ നിന്റെ സ്കൂളും എല്ലാം തുറക്കുന്ന? ഫ്രാങ്ക്ലണ്ണ അതൊന്നും അല്ല ഫ്രാങ്ക്ലണ്ണ, എന്റെ ബർത്ത്ഡേ ആണ് ഫ്രാങ്ക്ലണ്ണ. തറച്ചിഞ്ചാനെ നീക്ക് എന്താണ് ഗിഫ്റ്റ് ആയിട്ട് അത് പറ. ഫ്രാങ്ക്ലണ്ണ നമുക്കൊരു ഡോഗിനെ മേടിക്കാം ഫ്രാങ്ക്ലണ്ണ. എനിക്ക് കുറെ നാളുകൊണ്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒരു ഡോഗിനെ മേടിക്കണമെന്ന്. എന്ത് മേടിച്ചു വരും ഫ്രാങ്ക്ലണ്ണ? സുഖസ്, അപ്പോൾ അവന് വേണ്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പട്ടിക്കുട്ടിയാണ്. സോ ആണെങ്കിൽ നമുക്കാണെങ്കിൽ നേരെ പോയി നമ്മളെ പട്ടിക്കുട്ടിയൊക്കെ മേടിക്കണം. അതിന് മുമ്പേ കഴിച്ച് നമ്മളെ കാർ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം കഴിച്ച്. നമ്മളെ ഡിഫൻഡർ വലുതായിട്ട് ഞാൻ മോഡിഫിക്കേറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ നേരെ കേസ് നമ്മളെ ഒരു കടയിലോട്ട് വിടുകയാണ്, നമ്മളെ ഷോറൂമിലോട്ട് വിടുകയാണ്. ഫസ്റ്റ് നമുക്ക് ഷോറൂമിൽ പോകണം. ഷോറൂമിൽ ചെന്നിട്ട് വേണം ഇതെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് പെറ്റിനെ മേടിക്കണം. പെറ്റിനെ മേടിച്ചിട്ട് കേസ് നമുക്ക് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കണം. സോ കേസ് അപ്പം നേരെ കേസ് ഞാനാണ് ഷോറൂമിലോട്ട് പോവുകയാണ് കേസ്. അപ്പോൾ കേസ് നമുക്ക് നേരെ കേസ് നമ്മൾ ഷോറൂമിൽ എത്തിയിട്ട് കാണാം കേസ്. സോ കേസ് അങ്ങനെ ഷോറൂമിൽ കാണൊക്കെ വന്നിട്ടുണ്ട് കേസ്. ഞാൻ ഇയാളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ത് മോഡിഫിക്കേഷൻ ചെയ്ത് വെക്കാൻ. അപ്പോൾ കേസ് അയാൾ പറഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വരാനാണ് കേട്ടോ കേസ്. സോ കേസ് നമുക്ക് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വരാം കേസ്. ഇങ്ങനെ ഷോറൂമിൽ നാളെ എത്തിയിട്ടുണ്ട് കേസ്. ഇത് നമ്മളെ വണ്ടി തന്നെ കേസ്. കേസ് ഇതേത് കർണാപ്പി വണ്ടി കേസ്. അയ്യേ എൻ്റെ പൊന്നു മോനെ, ഡിഫറൻറ്റൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറയുമ്പോൾ ഇതൊക്കെയാണോ കേസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേസ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താണ് അവൻ കാണിച്ചു വെച്ചേക്കുന്നത്? ഫുള്ള് പച്ചയും മഞ്ഞയും കൂടെ ചേർത്ത് വെച്ചേക്കുന്നത്. എസ്തെറ്റിക് ആക്കി തരാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഏത്തൊക്കെ പോലെ ആക്കി വെച്ചേക്കുന്നത് കേസ്. ഫുള്ള് മഞ്ഞ അടിച്ചിട്ട് അവനാണെങ്കിൽ എന്താണെന്ന് പോലും അറിഞ്ഞൂടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനൊക്കെ അജ്ജേ ഈ കാറൊക്കെ പോലീസ് കൊടുത്താൽ എനിക്കൊരു കുഴപ്പമില്ല കേസ്. കൊള്ളത്തില്ല കേസ്. എൻ്റെ അലോയൊക്കെ കണ്ടോ കേസ്? ഈ ഒരു അലോയി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓഫ് റോഡാണ് കേസ്. ഇത് ഓഫ് റോഡൊന്നും അല്ല കേസ്. ഇത് ഏതാണ്ട് പാട്ട കണ്ണാപ്പി ടൂറിസ്റ്റ് ബസ് കണക്ക് കൊണ്ട് കേസ്. കണ്ട പച്ചയങ്ങളൊക്കെ വാരി അടിച്ച് വണ്ടി ആകെ അലമ്പായിട്ടൊന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കേസ്. അപ്പോൾ സോ കേസ് നമുക്ക് നേരെ കേസ് നമ്മളെ പെട്രോൾ പമ്പിലോട്ട് പോകണം കേസ്. അപ്പം അപ്പോഴത്തേക്ക് കേസ് നമ്മൾ ഈ റൂട്ട് വരെ പോവാം. ഈ റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേസ് ഞാൻ പോകാൻ പോകുന്നത്. എൻ്റെ മോനെ ഒരു ഫോർച്യൂണറിലല്ലേ ചെന്നിടിച്ചു. ഇപ്പോൾ വഴി നോക്കി ഫുള്ള് ഇപ്പോൾ ഫോർച്യൂണറാണ് കേസ്. സോ ഫോർച്യൂണറിൻ്റെ കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഗൈസ് ഞാനാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ പെട്രോൾ പമ്പിലോട്ട് പോവുകയാണ് ഗൈസ്. നമുക്കാണെങ്കിൽ അര ടാങ്ക് പെട്രോളിനാലും അടച്ചാൽ മതി കേട്ടോ ഗൈസ്. അത്രയുള്ള പൈസയെങ്ങാളും ഉള്ളു ഗൈസ്. ഇത് ജോണല്ലേ ഗൈസ്? ഇത് ജോണൊന്നുമല്ല ഗൈസ്. ജോണാണെങ്കിൽ ഇടിച്ച അപ്പനെ കൊണ്ട് കരയും. അവൻ ജോണൊന്നുമല്ല. അപ്പോൾ ഗൈസ് ആണെങ്കിൽ ഇവിടെ നിന്നാണ് ഗൈസ് ഞാൻ ഡോഗിനെ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഡോഗിനെയൊക്കെ മേടിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ ഞാൻ ഡോഗിനെ കാണാൻ നമ്മളെ വണ്ടിക്കകത്ത് കാണാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് സേഫാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഡിക്കിയിലാണ് കയറ്റിയത്. ഡിക്കിയിൽ ഡോറിളകി പോവാതിരുന്ന ഭാഗ്യം ഗൈസ്. അപ്പോൾ സോ ഗൈസ് നമുക്ക് പെട്രോളും കാളൊക്കെ അടിക്കണം ഗൈസ്. ഏത് വഴി പോകണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. ഏത് സൈഡിലായിട്ടായിരുന്നു ഗൈസ് പെട്രോൾ പമ്പെന്ന് എനിക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഇതിലേ പോവാം ഗൈസ്. ഇതിലേ പോയാൽ എത്തുമോയെന്ന് എനിക്ക് ഗൈസ് ഇതിലേ ഉണ്ടായാണ് കേട്ടോ ഗൈസ് പെട്രോൾ പമ്പ് പോകുന്ന വഴി. ഗൈസ് ഇതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലേ പോയിട്ട് നമ്മൾ ജോണിൻ്റെ വീടിൻ്റെ അതിൽ വരെയാണ് കയറി പോകണം. സോ നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. നേരെ പോയതിന് ശേഷം ഇവിടെ നിന്ന് റൈറ്റ് എവിടാന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. സോ എന്താണ് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഗൈസ് നേരെ പോയിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇങ്ങോട്ടാണെന്ന് ഏത് സൈഡിലോട്ടാണെന്ന് ഗൈസ് നമുക്ക് നേരെ പോകണം കേട്ടോ. നേരെ പോകുകയാണെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ ഗൈസ്. ഓ ദൂണ്ട മോനെ അവിടെ ആയിട്ടാണ് കേട്ടോ. ഞാനിപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഗൈസ്. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഗൈസ് പെട്രോൾ പമ്പ്. വലിയ പോകുന്ന എൻ്റെ മോനെ വലിയ പോകുന്ന എല്ലാവരും എൻ്റെ കാറും കാണാൻ നോക്കി ഇന്ന് ചിരിക്കുന്നു ഗൈസ്. എസ്തെറ്റിക് ആക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഏത്തയ്ക്ക പോലെ ആക്കി തന്നവൻ. ഇത് ഏതവൻ്റെ അടുത്താണ് ഞാൻ കൊടുത്തത് എനിക്കൊരു ബോധമില്ലായിരുന്നു. അവൻ്റെ അടുത്ത് കൊടുത്ത് എന്നെ വേണം അടിക്കാൻ ഗൈസ്. അപ്പോൾ സോ ഗൈസ് ഇവിടാണ് ഗൈസ് പെട്രോൾ പമ്പ്. പെട്ടെന്ന് നിർത്തി ഗൈസ് ഞാൻ പെട്രോൾ പമ്പിൽ. അപ്പോൾ സോ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 500 രൂപയ്ക്ക് അടിക്കാം. ഇവിടെ ചേട്ടനൊന്നുമില്ല ഗൈസ്. ഇത് ഓട്ടോമാറ്റിക് പെട്രോളാണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കാണ് ഗൈസ്. ഞാനന്ന് 500 രൂപയ്ക്ക് അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ ഞാൻ പെട്രോളും കാളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്.
അപ്പോൾ സോ നമുക്കാണെങ്കിൽ എൻ്റെ മോനൊരു ഓടിക്കാരൻ പോയൊരു പോക്ക് ഉമ്മാരി സ്പോർട്സ് കാറാണെങ്കിൽ എൻ്റെ ഒരു ഓഫ് റോഡ് കാറാ ഉമ്മാരിക്ക് ബുള്ളറ്റ് ഉമ്മാരിക്കൊക്കെ എന്താ ഡ്രൈവ് ചെയ്യാനും അറിഞ്ഞൂടാ ഇടിച്ചിരിക്കുമ്പോൾ പറ്റൂടെ ഉമ്മാരിക്ക് കേസ് നമ്മുടെ ഡോറല്ലേ കേസ് ഇവിടെ കിടക്കുന്നത്. സോ കേസ് നമ്മൾ ജോണിൻ്റെ വീടാണ് കേസ്. ഇത് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു വയ്ക്കുക. വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പൈസ വെച്ചാൽ മതി കേസ്, അവൻ നല്ലത് പറഞ്ഞോളും. കേസ് ഈ പെറ്റിന് ഏത് പേരിടണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം എൻ്റെ മനസ്സിലാണെങ്കിൽ 2 പേരുകളുണ്ട്, അത് പിന്നെ പറയാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ പെറ്റിന് എന്താ പേരിടണമെന്ന്. സോ ഗൈസ് ഞാനങ്ങനെ ഷിൻചാൻ നല്ല സന്തോഷമാകും ഗൈസ്. കുറേ നാളുകൊണ്ട് അവൻ പറയുന്നതാണ് ഒരു പെറ്റിനെ മേടിച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു, പിന്നെ നമ്മൾ ഒരെണ്ണം ഒപ്പിച്ചു ഗൈസ്. ഗൈസ് നമ്മൾ റോങ് സൈഡ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ മറ്റേ വരി കയറി വന്നപ്പോൾ റോങ് സൈഡ് അല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഗൈസ് നമ്മൾ ആ വലിയ റോങ് സൈഡ് ആയിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സോ അപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ നമ്മൾ വയസ്സിന് വളച്ചിട്ട് ആ ഷിൻചാനെ വിളിക്കണം. ഇപ്പഴേ വിളിക്കണോ ഗൈസ്? ഇപ്പഴേ വിളിക്കാം. ഷിൻചാനേടാ ഇഷ്ടപ്പെട്ടാടാ പട്ടിയെ? ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പട്ടി ഫ്രാങ്കളാണ്. താങ്ക് യു ഫ്രാങ്കള. പിന്നെ രാത്രി പടക്കമൊക്കെ പൊട്ടിക്കണം. എൻ്റെ ബർത്ത്ഡേകളാണ്. പിന്നെ ഫുഡിങ്ങളൊക്കെ നമുക്ക് രാത്രി പുറത്തുനിന്ന് കഴിക്കണ്ടേ ഫ്രാങ്കളോയി? ആടാ നമുക്ക് ഫുഡിങ്ങളൊക്കെ കഴിക്കണം. ഇതിന് നല്ലൊരു പേരും കാണാം, നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഇടും ഗൈസ്. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും പേര് കമൻറ്റ് ചെയ്യുക ഇതിന് ഏത് പേരിടണമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഇടുന്ന കമൻറ്റിൽ ആരാണോ ഇത് പറയുന്നത് അവരെ പേര് ഗൈസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് രാത്രി ആവണം, നമുക്ക് നേരെ ഗൈസ് നമുക്കൊന്ന് പോയി കിടന്നുറങ്ങാം. ഇപ്പോൾ വൈകിട്ടായതുള്ളൂ. സോ ഗൈസ് ഞാനാണെങ്കിൽ ഇന്ന് കിടന്നുറങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പോഴത്തേക്ക് രാത്രി ആകുമ്പോൾ നമുക്ക് പടക്കം പൊട്ടിക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ഞാൻ രാത്രികളൊക്കെ എണീച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളതിലാണെങ്കിൽ വണ്ടിക്കകത്ത് ഞാൻ ചെറിയൊരു മിസൈലുകളൊക്കെ എടുത്ത് വെച്ചായിരുന്നു. മിസൈലല്ല ഗൈസ് നമ്മളൊരു പടക്കം. ഷിൻചാനാണെങ്കിൽ കിടന്നുറങ്ങിയാണ് ഗൈസ്. നമുക്ക് ഈ പടക്കം വെട്ടി ഗൈസ് നമ്മളെ ഷിൻചാനകളൊക്കെ എണീപ്പിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഒരെണ്ണം വിട്ടിട്ടുണ്ട് ഗൈസ്. ഇത് പൊട്ടുകൊണ്ട് പോലെ നല്ല ഉയർത്തി പോകുന്നുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കാണെങ്കിൽ ഗൈസ് നമുക്കാണെങ്കിൽ ഇച്ചിരി സൈക്കോ തരങ്ങളും ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളിത് കാണിക്കുന്നത് ആരും വീട്ടിലൊന്നും അനുഗ്രഹിക്കില്ല. സോ ഞാൻ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അഭ്യാസമാണ് കേട്ടോ ഗൈസ്. സോ ഗൈസ് ഞാനാണെങ്കിൽ ഇത് മിസൈലൊക്കെ അങ്ങ് തീർക്കട്ട് ഗൈസ്. എൻ്റെ മോനെ പടക്കം, എൻ്റെ മോനെ അടിപൊളി പടക്കം അയച്ചു. അടുത്തെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നമ്മളെ ഗ്യാസ് ആണെങ്കിൽ നമ്മളെ വിളിക്കുന്നുണ്ട്. എൻ്റെ മോനെ ഗ്യാസുകളാണ് നമ്മൾ വെളുത്തിച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്കിതിൽ ഇച്ചിരി ഇത് വെച്ച് വരുന്നുണ്ട്. ഇച്ചിരി തീ കൊളുത്തി കൊടുക്കാം ഗൈസ്. ഇച്ചിരി തീ കൊളുത്തി കൊടുക്കുന്നത് എൻ്റെ മോനെ പടക്കം എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് ഗൈസ് പടക്കം. അപ്പം ഈ പടക്കം നിങ്ങൾക്ക് ഇതുവരെയായിട്ട് പൊട്ടിച്ചുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഗൈസ് നമ്മളാണെങ്കിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം ഗൈസ്. നമ്മളെ ഷിൻചാൻ്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നല്ല കളറായിരിക്കണം. സോ അപ്പോൾ അതിനോട് ഞാൻ കുറേ പടക്കങ്ങളൊക്കെ ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാം ഞാൻ നമ്മളെ ജോണിനെ കൊണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് താരെ ഇടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സോ ഗൈസ് എൻ്റെ മോനെ സീനാണ് ഗൈസ്. ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ താരെ ഇടാൻ. അപ്പോൾ ഞാൻ ഇതിലെല്ലാം ഇച്ചിരി തീ കൊളുത്തുകയാണ്. ഒരെണ്ണം പൊട്ടിയാൽ മതി, പിന്നെ അങ്ങോട്ട് പൊട്ടാനുള്ള ബഹളമായിരിക്കും. സൂഗസിൻ്റെ കാർ അതിലൊന്നും പിടിക്കത്തില്ലെന്നാണ് എനിക്ക് ഒരു നിഗമനം. അപ്പോൾ സൂഗസ് ഈ പടക്കങ്ങളെല്ലാം പൊട്ടി നടക്കുക ഗൈസ്. നിങ്ങൾ എൻ്റെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങളെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഷിൻചാന ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാനും മറക്കലും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.